നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്നത് കൊല്ലുന്നതിന് സമാനമായ ജനദ്രോഹമാണെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. എല്ലാം നിയന്ത്രണ വിധേയമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണമില്ലാതെ കോർപ്പറേറ്റ് കരിഞ്ചന്തകളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എ തങ്കപ്പൻ. പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യതക്കുറവിനെതിരെയും പാലക്കാട് INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട പോലീസിനെതിരെയും രൂക്ഷ വിമർശനം. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് BJP നേതാക്കൾ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് ഉൾപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം നിലനിർത്താനുള്ള പാക്കേജ് UDF സർക്കാർ പ്രഖ്യാപിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ. സംരംഭകരെന്ന നിലയിൽ സ്വകാര്യ ബസ്സുകളുടെ വാദം കൂടി കേൾക്കാൻ തയ്യാറാകണമെന്നും ആവശ്യം. KV തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റ്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ താൻ പലതും വിളിച്ചു പറയുമെന്നും പത്മജ വേണുഗോപാൽ. K കരുണാകരൻ ഇല്ലെങ്കിൽ KV തോമസ് എവിടെയും എത്തില്ലായിരുന്നുവെന്നും പത്മജ. തൃശൂരിലെ പരാജയം പാർട്ടി അന്വേഷിക്കണം. പാർട്ടി പറഞ്ഞാൽ ഇനിയും മത്സരിക്കുമെന്നും പത്മജ വേണുഗോപാൽ. വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് വെച്ച സംഭവം. CPM ഗൂഢാലോചന പുറത്തായെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPM ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ. വിഷയത്തിൽ CPM ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും പാർട്ടി നയത്തിന് വിരുദ്ധമായാണ് പാർട്ടി പ്രവർത്തകൻ പ്രവർത്തിച്ചതെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ചെറുതുരുത്തിയിൽ വയോധികൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ചു മരിച്ചു. മരണപ്പെട്ടത് പൈങ്കുളം സ്വദേശി 67-കാരൻ ഉണ്ണികൃഷ്ണൻ. തിരുവില്ലാമല കുത്താമ്പുള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് കയറമ്പാറ സ്വദേശി അരുൺ സായി. വടക്കാഞ്ചേരിയിലും പെരിങ്ങോട്ടുകുറിശ്ശിയിലും വാഹനാപകടം. തൃശൂർ മുണ്ടൂരിലെ സബ് രജിസ്ട്രാർ ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും കവർച്ചാ ശ്രമം. വിരൽ അടയാള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ അരങ്ങാട്ട് പൊതുകുളം നാശത്തിലേക്ക്. നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത് അരങ്ങനാട് പാടശേഖര കൃഷിക്കാരുടെ ഏക ആശ്രയമായ കുളം. തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്നത് കൊല്ലുന്നതിന് സമാനമായ ജനദ്രോഹമാണെന്ന് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ. പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യതക്കുറവിനുമെതിരെയും INTUC ജില്ലാ കമ്മിറ്റി നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ തങ്കപ്പൻ. അപ്പൊ ആ വർധനവ് ഇടപെടാനുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള നയം. കാരണം അവര് പ്രോത്സാഹിപ്പിക്കുന്ന പ്രൈവറ്റ് മുതലാളിമാരെ നടത്തുന്ന എയർ ഇന്ത്യ ഇപ്പൊ പ്രൈവറ്റിലാണ്, ഇന്ത്യയാണ് പ്രൈവറ്റ് ആണ്. ഇന്ന് ഇന്ത്യയിൽ ഓടുന്ന എല്ലാ ഫ്ലൈറ്റും പ്രൈവറ്റ് ആയതുകൊണ്ട് അവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗിലായി കിട്ടുന്നത്ര വേഗയുടെ വരിയിൽ ഊരുന്ന കഴുക്കോൽ എന്ന് പറയുന്ന പോലെ ഇതിന്റെ തണലിൽ എത്രത്തോളം അവർക്ക് കിട്ടാൻ പറ്റുമോ ആ സൗകര്യം ഉണ്ടാക്കി. എന്തുകൊണ്ട് ഫ്ലൈറ്റ് ഓടുന്നുണ്ടല്ലോ, ഇന്ധനം കൊടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് വില കമ്മിയാക്കാൻ വേണ്ടി ഇടപെടുന്നില്ല? പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യതക്കുറവിനുമെതിരെയും INTUC പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, INTUC ഭാരവാഹികളായ K അപ്പൂകളത്തിൽ, കൃഷ്ണൻകുട്ടി, N മുരളീധരൻ, M നടരാജൻ, PN ശിവദാസ്, H മുബാറക്ക്, R നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P വേണുഗോപാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ
ദുർഭരണത്തിനെതിരെയാണ് BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. നഗരഹൃദയത്തിലെ മാലിന്യകൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നഗരസഭ കാട്ടുന്ന കടുത്ത അനാസ്ഥയും പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടുമ്പോൾ അത് തടയുന്നതിൽ പരാജയപ്പെട്ട പോലീസിന്റെ നിലപാടുമുള്ള പ്രതിഷേധമാണ് BJP ഉയർത്തിക്കാട്ടിയത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്രമസമാധാനം ഉറപ്പിക്കേണ്ട പോലീസ് സംവിധാനം കാഴ്ചക്കാരായി നിൽക്കുന്നത് നഗരത്തിലെ സുരക്ഷയെ ബാധിക്കുന്നുവെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്ന മാലിന്യപ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും P. വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾ വന്നറിയുമ്പോൾ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുവട്ടത്തൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ ഇവിടെയൊക്കെ ഉള്ള ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വെറുതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനല്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. സംഭാരമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കള് അതൊന്നും പോയിട്ട് നിങ്ങളെ വീഡിയോയിലേക്ക് പകർത്താൻ നോക്ക്. അവർ സമ്മതിക്കില്ല. കാരണം ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള ബിൽഡിങ്ങുകൾ ഒറ്റപ്പാലം ടൗണിൽ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത് കണ്ടില്ല എന്നിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്വച്ഛ ഭാരതിന് മൊത്തത്തിൽ ശുചിത്വം ഏറ്റവും കൂടുതലുള്ള നഗരസഭയിൽ ഒരു നഗരസഭയാണെന്നാണ് പറയുന്നത്. എന്ത് ശുചിത്വം ഉള്ളതെന്ന് അറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാൻ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ സമൂഹത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയാ ഉള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അനാശാസ്യ പ്രവർത്തനം നടക്കുമ്പോൾ രാവിലെ 5 മണിക്ക് 4 മണിക്ക് നടക്കാനിറങ്ങുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഭയപ്പാടോടുകൂടി പറയുന്നു, എങ്ങനെയാണ് ഒറ്റപ്പാലത്ത് നടക്കുക എന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാന സമിതി അംഗം K. ശിവദാസ്, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരാത്തുടി, മണ്ഡലം നേതാക്കളായ K. സുരേഷ്, M. K. രാജശേഖരൻ, P. സജിത, P. രതീഷ്, കൗൺസിലർമാരായ R. മണികണ്ഠൻ, A. അനിത, S. പാർവതി, T. K. ജയശങ്കർ, അനിത ശിവദാസ്, C. പ്രസീത, K. P. ജയന്തി, വിനീത മണികണ്ഠൻ, പ്രേമാവതി, അജീഷ്, മധു കാലാക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KV തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. K. കരുണാകരൻ ഇല്ലെങ്കിൽ KV തോമസ് എവിടെയും എത്തില്ലായിരുന്നുവെന്നും പത്മജ പറഞ്ഞു. തൃശൂരിലെ പരാജയം പാർട്ടി അന്വേഷിക്കണമെന്നും പത്മജ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ KV തോമസ് നേരെ AK ആന്റണി പക്ഷത്തേക്ക് മാറി. ഇവിടുത്തെ വാർത്തകൾ ആന്റണി ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നത് KV തോമസ് ആയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ തുറന്നടിച്ചു. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന മനസ്സാക്ഷിയില്ലാത്ത ഒരാളെ കണ്ടിട്ടില്ലെന്നും പത്മജ പറയുന്നു. K. കരുണാകരൻ ഇല്ലെങ്കിൽ KV തോമസ് എവിടെയും എത്തുമായിരുന്നില്ല. ഇപ്പോൾ ഒന്നുമല്ലാതായി. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ താൻ പലതും വിളിച്ചു പറയുമെന്നും അത് കേൾക്കേണ്ടി വരുമെന്നും പത്മജ വേണുഗോപാലിൻ്റെ മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് അറിഞ്ഞൂടെ, കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല ഇത്. അപ്പോൾ ആരുടെ അടുത്ത് ഇനിയിപ്പോൾ ആരുടെ അടുത്താണോ പോകണമെന്ന് എനിക്കറിയില്ല. ഇനി അവരെ സന്തോഷിപ്പിക്കാനാണോ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബുക്ക് വിറ്റ് പോകാൻ എന്ത് വൃത്തികേട് എഴുതുന്ന ഈ രീതി നിർത്തണം. കേരളത്തിലെ ജനങ്ങൾ നല്ല ബുദ്ധി ഓർമ്മശക്തിയൊക്കെ ഉള്ളവരാണ്. തൃശ്ശൂരിലെ തൻ്റെ പരാജയം പാർട്ടി അന്വേഷിക്കണം. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് എങ്ങനെ ചോർന്നു എന്ന് പരിശോധന നടത്തണമെന്നും പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അത് അന്വേഷിക്കണം, പാർട്ടി തന്നെ അന്വേഷിക്കേണ്ടത്. ഞാൻ പറയാനുള്ളതൊക്കെ പാർട്ടി നേതൃത്വത്തിനോട് പറയും. എങ്ങനെ പോയി, എന്താണ്, അതോ UDFിനോടുള്ള കടുത്ത ആരാധന മൂത്ത് പലരും വോട്ട് ചെയ്തതാണോ? കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. വിൽവട്ടത്ത് ഏത് കാലത്തും 10,000 വോട്ട് ലീഡുള്ള സ്ഥലത്ത് ഇപ്രാവശ്യം ആ ലീഡ് മറികടന്ന് 14,000 വോട്ട് എങ്ങനെ UDF ലീഡ് നേടി? അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട്, അതായത് ശ്രീ പിണറായി വിജയന് എതിരെയുള്ളൊരു വിഭാഗമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. അവരുടെ വോട്ടുകൾ എല്ലാ ജില്ലയിലും UDFന് പോയി. ആ കൂട്ടത്തിൽ ഇവരൊക്കെ മനസ്സിൽ ഈ ഇത്രയും ശ്രീ പിണറായി വിജയനോട് ഇത്ര ഡീപ്പായിട്ട് എതിർപ്പുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എല്ലാ പാർട്ടിയും പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു പിണറായി വിരുദ്ധ വോട്ടുകൾ എല്ലാ ജില്ലയിലും UDFന് ലഭിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി കേരളത്തിൽ എല്ലായിടത്തും പോകേണ്ട ആളായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ സമയം തൃശ്ശൂരിൽ ചെലവിടാൻ ആയില്ല എന്നത് സത്യമാണെന്നും പത്മജ പറഞ്ഞു. തൃശ്ശൂർ എൻ്റെ നാട് അല്ലേ, പാർട്ടി പറഞ്ഞാൽ ഇനിയും മത്സരിക്കുമെന്നും
പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ. സ്വകാര്യ ബസ് ഉൾപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം നിലനിർത്താനുള്ള പാക്കേജ് UDF സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊതുനിരത്തുകളിൽ 3500ഓളം KSRTC ബസ്സുകളോടുമ്പോൾ 7500ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇൻഷുറൻസ്, ടാക്സ് എന്നിവയുടെ വർധനവും ഡീസലിൻ്റെ വിലവർധനവും പുതിയ ഗതാഗത പരിഷ്കാരങ്ങളും മൂലം സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണ്. 50% വിദ്യാർത്ഥികളും 70% സ്ത്രീകളും യാത്രക്കാരായി തിരഞ്ഞെടുക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. സ്വകാര്യ ബസ്സുകളെ സ്ത്രീ യാത്രക്കാർ ഒഴിവാക്കിയാൽ വ്യവസായം തകർന്നടിയും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ദീർഘനാളായി ഉന്നയിക്കുന്നതാണെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാൻ KSRTCയിൽ എന്തുകൊണ്ട് നടപ്പാവുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ പറഞ്ഞു. UDF ഗവൺമെൻറ് അധികാരമേൽക്കാൻ പോവാണ്. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയെ തകർക്കാൻ ഇടവരുന്ന ഒരു നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. KSRTC കണക്ക് പ്രകാരം തന്നെ അവരുടെ ബസ്സുകളിൽ കയറുന്ന 30 ലക്ഷത്തോളം യാത്രക്കാരിൽ 19 ലക്ഷം സ്ത്രീകളാണെന്നാണ് പറയുന്നത്. കേവലം 3500 KSRTC ബസ് മാത്രമാണ് സംസ്ഥാന സർവീസ് നടത്തുന്നത്. ഞങ്ങളുടെ 9000-ലധികം സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന 1 ലക്ഷത്തോളം വരുന്ന യാത്രക്കാരിൽ ഏതാണ്ട് 70% വിദ്യാർത്ഥികൾ, 70% സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നാളെ മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ കയറാത്തൊരു സ്ഥിതി വരും. സംസ്ഥാനത്ത് സ്ത്രീ യാത്രക്കാർ കയറാത്ത സ്ഥിതി അവർ നേരെ KSRTCയിലേക്ക് മാത്രമായിട്ട് മാറാനുള്ള സ്ഥിതി ഉണ്ടായാൽ ഞങ്ങൾക്ക് ബസ്സുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. കേവലം വിദ്യാർത്ഥികൾ മാത്രമായി സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർ വിദ്യാർത്ഥികൾ മാത്രമായി മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് കാര്യം പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ സാമൂഹ്യ ബാധ്യത നിറവേറ്റിക്കൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ സർവീസ് നടത്തിയിരുന്നു. സർക്കാരിന് കഴിയാത്ത, KSRTCക്ക് കഴിയാത്ത വലിയ സേവനമാണ് ഇവിടെ സ്വകാര്യ ബസ്സുകൾ ഇത്ര കാലം ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഒരു സംരംഭകർ എന്ന് പോലും കാണാതെ ഇവിടെ സംരംഭകരെ സൃഷ്ടിക്കാനായിട്ട് സർക്കാരുകൾ മാറി മാറി മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ മാതിരി ലക്ഷക്കണക്കിന് രൂപ മുതലിറക്കി ഒരു സംരംഭകൻ എന്ന നിലയിൽ ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് വന്നാൽ ഇത് പൊതുഗതാഗതത്തെയാണ് ബാധിക്കുന്നത്. ഇത് ഞങ്ങളെ സ്വകാര്യ ബസ്സിലെ ഉടമകൾക്കുപരി ഇതിന് വലിയൊരു വിഭാഗം ആളുകൾ, തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗം നടത്തുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ, ഇതിന് കൃത്യമായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളായിട്ട് KSRTCയെ പോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളുമായിട്ട് സർവീസ് നടത്തേണ്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏത് നിമിഷവും വില വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കെ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും. സംരംഭകരെന്ന നിലയിൽ സ്വകാര്യ ബസ് ഉടമകളുടെ വാദം കേൾക്കാനും വ്യവസായം നിലനിർത്താനാവശ്യമായ പാക്കേജ് കൂടി പ്രഖ്യാപിക്കാനും സർക്കാർ തയ്യാറാവണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥ്, വിദ്യാധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് വെച്ച സംഭവം CPM ഗൂഢാലോചന പുറത്തായെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. CPIM ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളിയിൽ ഫ്ലെക്സ് വെച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പാതിരാത്രിയിൽ ഫ്ലെക്സ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്തസ്മരണ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുടെ മുഖമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനാണ് ഈ കാര്യം ചെയ്തത്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അവരുടെ CPMൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശവും വന്നിട്ടുണ്ട്. അങ്ങനെ പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ
ഇത് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് CPMൻ്റെ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കണം. വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് ബോർഡ് വിവാദം തെറ്റായ നടപടിയാണ് പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പറഞ്ഞു. തർക്കത്തിൽ CPIM ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും പാർട്ടി നയത്തിന് വിരുദ്ധമായാണ് പാർട്ടി പ്രവർത്തകൻ പ്രവർത്തിച്ചതെന്നും നാട്ടിക ഏരിയ കമ്മിറ്റി നേതൃത്വം നടപടി സ്വീകരിക്കുമെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. അല്ല, വാടാനപ്പള്ളിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതി ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ തെറ്റായൊരു നടപടിക്രമമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരമൊരു തർക്കത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടും. നാട്ടിക ഏരിയ കമ്മിറ്റി തുടർ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യം അവരോട് ചർച്ച ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ CPIM ഒരു കക്ഷിയല്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം പറയേണ്ടതില്ല. ഷൊർണൂരിൽ ICDSന്റെ നേതൃത്വത്തിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കായി പോഷകാഹാര പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 4 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി 25 പേർ പങ്കെടുത്തു. ICDS ഒറ്റപ്പാലം അഡീഷണലിൻ്റെ ആഭിമുഖ്യത്തിലാണ് പോഷൻ അഭിയ 2.0 പോഷൻ പക്വാഡ എന്ന പേരിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി പോഷകാഹാര പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച ഷൊർണൂരിലെ അയ്യങ്കാളി സ്മാരക ഹാളിലായിരുന്നു പരിപാടി. വാണിയംകുളം, ചളവറ, നെല്ലായ, വല്ലപ്പുഴ എന്നീ പഞ്ചായത്തുകൾ, ഷൊർണൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുമായി 25 കൗമാരക്കാരായ പെൺകുട്ടികളാണ് മത്സരത്തിൽ പങ്കാളികളായത്. ചടങ്ങിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ശിശുക്കളുടെ മാതാക്കന്മാരുടെ അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ, അവരുടെ ശരീരം, അവരുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടുകൂടി തന്നെ ഗർഭിണികളായിരുന്ന അമ്മമാരുടെ ഗർഭത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നു. ഗർഭിണികളുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും, അതുമാത്രമല്ല പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ചു വീഴുന്ന ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വലിയ രീതിയിലുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, പരിപാടികൾ മാതൃകാപരമായി നടക്കുന്നു കേരളത്തിൽ എന്നുള്ളതിൻ്റെ കൂടിയൊരു സവിശേഷ സാഹചര്യത്തിലാണ് കേരളത്തിലെ മനുഷ്യർക്ക്, അത് സ്ത്രീകളാവാം പുരുഷന്മാരാവാം. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ VK അനുരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, CDPO ശാന്തകുമാരി, ഹെൽത്ത് ഇൻസ്പെക്ടർ റസിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവില്ലാമല കുത്താമ്പുള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരനായ കയറമ്പാറ സ്വദേശി അരുൺ സായിയാണ് മരണപ്പെട്ടത്. ബൈക്കിൽ യാത്ര ചെയ്ത മറ്റൊരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവില്ലാമല കുത്താമ്പുള്ളി റോഡിലെ ആലിൻചോടിന് സമീപമുണ്ടായ അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരനായ കയറമ്പാറ സ്വദേശി അരുൺ സായി മരണപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം നടന്നത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അരുണിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന ഇരുപ്പത്തൊടി സ്വദേശിയെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുരിശിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു സംഭവം. പെരിങ്ങോട്ടുകുരിശി പ്രധാന പാതയിൽ ഈസ്റ്റ് പിലാപ്പുള്ളിയിൽ 3 സ്റ്റാർ ഓഡിറ്റോറിയത്തിന് മുൻവശത്തെ സുലൈമാന്റെ വീട്ടുവളപ്പിലെ മതിലിലാണ് കാർ ഇടിച്ചു നിന്നത്. പെരിങ്ങോട്ടുകുരിശി നാരങ്ങാപ്പറമ്പ് സ്വദേശിയുടേതാണ് കാർ. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മതിലും കാറും തകർന്നിട്ടുണ്ട്.
വടക്കാഞ്ചേരി പരുത്തിപ്പുറയിൽ കാറും ഓട്ടോ പാസഞ്ചറും കൂട്ടിയിടിച്ച് അപകടം. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ പുറത്തേക്ക് വീണു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത്. വടക്കാഞ്ചേരി പരുത്തിപ്പുറയിൽ കാറും ഓട്ടോ പാസഞ്ചറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീണു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എതിർ ദിശകളിൽ വരികയായിരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങളാണ് പതിഞ്ഞിരിക്കുന്നത്. പരിക്കേറ്റ കാർ യാത്രക്കാരിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജീവനക്കാർക്ക് നന്ദി അറിയിച്ച് നിയുക്ത MLA രമേശ് പിഷാരടി പാലക്കാട് സിവിൽ സ്റ്റേഷനിലും കോടതിയിലുമെത്തി. NGO അസോസിയേഷൻ നേതാക്കൾ രമേശ് പിഷാരടിയെ സ്വീകരിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് സിവിൽ സ്റ്റേഷനിലും കോടതിയിലുമെത്തി നിയുക്ത MLA രമേശ് പിഷാരടി ജീവനക്കാർക്ക് നന്ദി അറിയിച്ചത്. രമേശ് പിഷാരടിയെ NGO അസോസിയേഷൻ നേതാക്കൾ സ്വീകരിച്ചു. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ ഉജ്ജ്വല വിജയത്തിന് പോസ്റ്റൽ വോട്ടുകളും ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ നിർണായകമായിരുന്നു. പിഷാരടിക്ക് 5 അക്ക ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് UDF വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, ശെൽവൻ എന്നിവരും പിഷാരടിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കല്ലൂർ അരങ്ങാട്ട് പൊതുകുളം ചണ്ടിയും പായലും നിറഞ്ഞ് നാശത്തിലേക്ക്. അരങ്ങനാട് പാടശേഖരത്തിലേക്കുള്ള കൃഷിക്കാരുടെ ആശ്രയം കൂടിയാണ് ഈ കുളം. തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. വേനലിലും വറ്റാത്ത കുളമാണിത്. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും എത്താറുണ്ട്. വെള്ളം തന്നെ മലിനമായി മാറിയതിനാൽ ദുർഗന്ധവുമുണ്ട്. അരങ്ങാട് പാടശേഖരത്തേക്കുള്ള കൃഷിക്കാരുടെ ആശ്രയം കൂടിയാണ് കുളം. കുളത്തിൻ്റെ ബണ്ടും തകർച്ചയിലാണ്. 2023 തൊഴിലുറപ്പ് പദ്ധതിയിൽ ചണ്ടി നീക്കം ചെയ്തെങ്കിലും വീണ്ടും ചണ്ടി നിറഞ്ഞു. ചണ്ടിയും പായലും നിറഞ്ഞതിനാൽ കുളം ഏതെന്ന് പോലും അറിയാത്ത നിലയിലായി. വെള്ളമുണ്ടെങ്കിലും കാൽ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിച്ചില്ലെങ്കിൽ കാലക്രമേണ കുളം തന്നെ ഇല്ലാതാകാനാണ് സാധ്യത. അലക്കാനും കുളിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന കുളമാണ് അരങ്ങാട്ട് കുളം. എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി ചണ്ടി മൂടി കിടക്കുകയാണ്. ആളുകൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല, കാല് കഴുകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കുളം നന്നാക്കാൻ നടപടി ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തിയിൽ വയോധികൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിച്ചു മരിച്ചു. പാഞ്ഞാൾ പൈങ്കുളം മാവിൻചുവടിന് സമീപം താമസിക്കുന്ന കുന്നത്തുകൊണ്ടയിൽ വീട്ടിൽ 67 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെ ചെറുതുരുത്തി സെന്ററിൽ വെച്ച് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് ബൈക്കിടിച്ച് വയോധികൻ മരിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം ചെറുതുരുത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തുടർ ചികിത്സയ്ക്കായി വാടിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ ആയില്ല. തിങ്കളാഴ്ച രാവിലെ ചെറുതുരുത്തി പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട്ടെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് നിയുക്ത MLA രമേശ് പിഷാരടിയുടെ റോഡ് ഷോ. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം പ്രവർത്തകരിൽ ആവേശമുയർത്തി. ആറാണിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. സബ് രജിസ്ട്രാർ ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും ഒരേ ദിവസം കവർച്ചാ ശ്രമം. 2 ഓഫീസുകളുടെയും പൂട്ടുപൊളിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി വിരൽ അടയാള വിദഗ്ധർ സ്ഥലത്തെത്തി. വിവരമറിഞ്ഞ് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം സബ് രജിസ്ട്രാർ ഓഫീസിലെ നിർണായകമായ രേഖകൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ഓഫീസുകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷണ്ണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 22ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പത്തനാപുരം ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി എന്ന നാടകം അരങ്ങിലെത്തി. ഞായറാഴ്ച രാത്രി ഷൊർണൂർ KVR ഹൈസ്കൂളിലായിരുന്നു നാടകം. അതെ, ഗോവനെയാണ് ഉദ്ദേശിക്കുന്നത്. 3ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു, സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളുടെ വാഴ്ത്തുകളാതൊക്കെ. ഗാന്ധി ഗാന്ധി ജിന്നയെ പരിചയമുണ്ടല്ലോ. മുസ്ലിം ലീഗിന്റെ നേതാവാണ്. കോൺഗ്രസിലും പ്രവർത്തിക്കുന്നു. അത് നെഹ്റു. സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങളും സഹകരിക്കണം. ബ്രിട്ടീഷുകാർ നമ്മോട് സകലശക്തി ആവശ്യപ്പെടുന്നു, ക്ഷമ ആവശ്യപ്പെടുന്നു.
ഇത് രണ്ടും അവർ തിരിച്ചു കാണിക്കും. നേരത്തെ ചെയർമാൻ MR മുരളി രണ്ടാം ദിനത്തെ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. 2 ദിവസമായിട്ടായിരുന്നു വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി കോട്ടയിൽ സംഘടിപ്പിച്ച KSTA ജില്ലാ പഠന ക്യാമ്പിന് സമാപനമായി. മാധ്യമങ്ങളുടെ വലതുവൽക്കരണം എന്ന സെമിനാർ ശ്രദ്ധേയമായി. സെമിനാറിൽ ജയദേവൻ ക്ലാസ് എടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് മനു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നവകേരളവും സ്ത്രീ മുന്നേറ്റവും എന്ന വിഷയത്തിൽ അനിത ക്ലാസ് എടുത്തു. ക്യാമ്പ് ഡയറക്ടർ PP ഷാജു, സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MR മഹേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P പ്രസാദ്, M ഗീത, ജില്ലാ സെക്രട്ടറി K അജില, ജില്ലാ പ്രസിഡന്റ് AA അജിത് എന്നിവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മനോജ് സ്വാഗതവും ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലക്കിടി 2 NSS കരയോഗ മന്ദിരത്തിൽ ബാലസമാജം അംഗങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി VR ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. ഈ കരയോഗങ്ങളിൽ മുഖ്യമായും ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നമ്മൾ നടത്തി വരുന്നത്. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഹെഡ് ഓഫീസ് അനുവദിക്കുന്ന ഓരോ യൂണിയനും അനുവദിക്കുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ആരോഗ്യരംഗത്ത് ചികിത്സാ സഹായം, ഭവന നിർമ്മാണ സഹായം, വിവാഹ ധനസഹായം, ഇങ്ങനെ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നായർ സർവീസ് സൊസൈറ്റി നടത്തി വരുന്നത്. അതുപോലെ ഇപ്പോൾ താലൂക്ക് യൂണിയൻ തലത്തിലും കരയോഗ തലത്തിലും പഠനോപകരണ വിതരണം ഈ ഒരു സമയത്ത് നൽകി വരുന്നു. ലക്കിടി NSS കരയോഗത്തിലാണ് ബാലസമാജം അംഗങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത. കരയോഗം പ്രസിഡന്റ് P വേണുഗോപാൽ അധ്യക്ഷനായി. NSS പ്രതിനിധി സഭാ അംഗം മോഹൻകുമാർ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി VR ഷിബിൻ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി P പ്രദീപ്, വൈസ് പ്രസിഡന്റ് V ദണ്ഡപാണി, വനിതാ സമാജം പ്രസിഡന്റ് രാധിക ബാലൻ, മഞ്ജു രാജേഷ്, K ശിവൻ, K മോഹൻദാസ്, A വിജയരാഘവൻ, P ദിവാകരൻ എന്നിവർ സംസാരിച്ചു. 38 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓരോ കുട്ടികളുടെയും പ്രഭാതം ആരംഭിക്കേണ്ടത് പത്രവായനയിലൂടെ ലോകത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടാവണമെന്ന് സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ. കുട്ടിത്തമല്ല മറിച്ച് കുട്ടിക്കാലമാണ് ഓരോ മനുഷ്യന്റെയും മരണം വരെ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ലീഡ് കോളേജിൽ നടത്തിയ പ്രഭാപദം 2026 സഹവാസ ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്നത് ഞാൻ വളരെ ബോധപൂർവം പറഞ്ഞ ഒരു വാക്കാണ്. അതൊരു ഔപചാരികമായ പദമല്ല. അടുത്ത കൊല്ലം വെക്കേഷൻ ആവുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ കൊല്ലം ക്യാമ്പില്ലേ എന്ന് ചോദിക്കാൻ തോന്നാം. ക്യാമ്പിന്റെ ഔട്ട്കമാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടുന്ന് കിട്ടി എന്ന തോന്നൽ. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ലീഡ് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തിവന്നിരുന്ന പ്രഭാപദം 2026 ദ്വിദിന സഹവാസ ക്യാമ്പിനാണ് സമാപനമായത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, K ശിവാനന്ദൻ, ക്യാമ്പ് കോർഡിനേറ്റർമാരായ R ശ്രീകുമാർ, R സുകേഷ് മേനോൻ, P സന്തോഷ് കുമാർ, R ബാബു സുരേഷ്, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ കരിയർ ഗൈഡൻസ്, പ്രസംഗ പരിശീലനം, നായർ സർവീസ് സൊസൈറ്റിയും മന്നത്തെ പത്മനാഭനും യോഗയും ദാനവും, കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജീവിതം എങ്ങനെ സുന്ദരമാക്കാം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുസ്തകവണ്ടിയിലെ സജീവ വായനക്കാരിയായ വിജയകുമാരി അമ്മയ്ക്ക് കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ മാതൃദിനത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പുസ്തകവണ്ടിയിലെ സജീവ സാന്നിധ്യമാണ് വിജയകുമാരി അമ്മ. ക്രൈം ത്രില്ലർ നോവലുകളുടെ ആരാധികയായ വിജയകുമാരി അമ്മ ചുരുങ്ങിയ പ്രായം വായനയ്ക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അനേകം പുസ്തകങ്ങളാണ് വായിച്ചു തീർത്തത്. വായനയോടുള്ള അമ്മയുടെ താല്പര്യം കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ പുസ്തകവണ്ടി പദ്ധതിക്ക് വലിയ ആവേശമാണ് പകരുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പുസ്തകവണ്ടിയിലെ ഏറ്റവും സജീവമായ സാന്നിധ്യമാണ് ഇവർ. വായനശാലയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് R റിൻസി, സെക്രട്ടറി KA അജീഷ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K പത്മാവതി, MK വേലായുധൻ എന്നിവർ പങ്കെടുത്തു. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വിജയകുമാരി അമ്മയുടെ വായനാശീലത്തെ പ്രത്യേകം അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രശസ്ത മദ്ദള കലാകാരൻ
തൃപ്പലമുണ്ട നടരാജ വാര്യരുടെ സപ്തതി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. നടരാജലയം എന്ന പേരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സ് നിയുക്ത കോങ്ങാട് MLA KA തുളസി ഉദ്ഘാടനം ചെയ്തു. രാവിലെ നടന്ന ചാക്യാർകൂത്ത്, കൈകൊട്ടിക്കളി, ഓട്ടംതുള്ളൽ എന്നിവയ്ക്ക് ശേഷം സമൃദ്ധമായ പിറന്നാൾ സദ്യയും ഉച്ചയ്ക്ക് ശേഷം 3-ന് മേജർ സെറ്റ് പഞ്ചവാദ്യവും ആഘോഷത്തിന് മിഴിവേകി. രാത്രി 7 നടന്ന സാംസ്കാരിക സദസ്സ് നിയുക്ത കോങ്ങാട് MLA KA തുളസി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനും അതുപോലെ തന്നെ അതേ നടന്നുപോയ കഷ്ടപ്പാടിന്റെ നാൾവഴികളിലും തളരാതെ മുന്നേറിയ ഒരു പോരാളിയാണ് അദ്ദേഹം. നമ്മുടെ മുന്നിൽ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോരാളിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ 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 സന്തോഷം പകരുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇവിടെ പ്രേരണ ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഇവിടെ ചൊല്ലി യുദ്ധം ത്യജിക്കണം, സ്പർദ്ധ ത്യജിക്കണം എന്നുള്ള വാക്കുകൾ ഇവിടെ നമുക്ക് മുന്നിൽ ചൊല്ലി. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, അപ്പൊ ഇങ്ങനെ എല്ലാ മനസ്സുകളിലും ആ ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്രമാത്രം സ്പർദ്ധയും ഇത്രമാത്രം യുദ്ധ കലാപങ്ങളും അതുപോലെ ഒരു കലുഷിതമായിട്ടുള്ള അന്തരീക്ഷവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മളോടൊപ്പം തന്നെ ജീവിക്കുന്ന പലരുടെ മനസ്സിൽ അത്തരത്തിൽ സ്പർദ്ധയും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അത്രയും യാതൊരു ചിന്തകൾക്കും അടിസ്ഥാനമില്ല. കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് S. സൂര്യ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ മുണ്ടഞ്ചേരി മോഹൻദാസ് പരിചയകം നടത്തി. നിയുക്ത ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ സുവർണമുദ്ര സമ്മാനിച്ചു. രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സമൂഹമാണ് കേരളീയ സമൂഹം. ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്ന മനുഷ്യനേക്കാളും മലയാളി 10 വർഷം അധികം ജീവിക്കുകയാണ്. നമുക്കെല്ലാം ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്ന മനുഷ്യനേക്കാളും 10 കൊല്ലം അധികം ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാട് നമ്മുടെ കേരളമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഉയർന്ന ആയുർദൈർഘ്യമുള്ള ഈ സമൂഹത്തിൽ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്, മാഷുടെ നവതി നമുക്ക് ഗംഭീരമായി നാടിന്റെ ഉത്സവമായി ആഘോഷിക്കാൻ കഴിയും. തുടർന്ന് മാഷുടെ 100ാം പിറന്നാൾ, അതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതോ പറ്റാത്തതോ ആയിട്ടുള്ള കാര്യമില്ലായിരുന്നു. കോങ്ങാട് പഞ്ചായത്ത് മെമ്പർ K. ജയപ്രകാശ്, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മെമ്പർ MK ദ്വാരകാനാഥൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വിന്ദുജ വിജയൻ, സ്വാഗത സംഘം ചെയർമാൻ KU ഗോപകുമാർ, KS സുന്ദരേശൻ, PV ശശിധരൻ, അജിത് എഴക്കാട്, കൺവീനർ KA മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നടരാജലയത്തിൻ്റെ പ്രൗഢഗംഭീര സമാപനമായി രാത്രി കുചേലവൃത്തം കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റൊലി. ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം 24 പേർ CPIM-ൽ നിന്നും രാജി നൽകി. പാലക്കാട് ജില്ലയിൽ CPM വിമത വിഭാഗം ശക്തിയാർജിക്കുകയാണോ? പാർട്ടിയിൽ നിന്നും വീണ്ടും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ നടത്തുന്ന ഏത് കാര്യങ്ങളും പിണറായി പറഞ്ഞതേ കേരളത്തിലെ മന്ത്രിമാരായാലും ശരി എല്ലാവരും നടത്തുന്നു. ആ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഈ ത്രിപുരയും പശ്ചിമ ബംഗാളും പോലെ നമ്മൾ കേരളത്തിലും അടുത്ത BJP ഭരിക്കും 5 വർഷം കഴിഞ്ഞാൽ. ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ 3 MLA CPM-ന്റെ ഗതികോട് കൊണ്ടാണ്, അതിൻ്റെ വാശി കൊണ്ടാണ് 3 MLA കിട്ടിയത്. അതില്ലാതാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പറയാം, വോട്ട് CPM BJP കിട്ടി. അതിലിപ്പോൾ 13,000 വോട്ട് ആർക്ക് കിട്ടി? പിഷാരടിക്ക് വന്നു. അപ്പോൾ ബാക്കി 4,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 13,000 വോട്ട് CPM-ൻ്റെ വോട്ടാണ്. ആ വോട്ട് ഇപ്പോൾ BJP കിട്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവൻ്റെ ഏകാധിപത്യമാണ്. വർഷങ്ങളായി CPM-ൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഈ ഏകാധിപത്യവും
അക്രമവും ഗുണ്ടായുസവും കൊണ്ട് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനം ഇന്ന് അധപ്പതനത്തിൻ്റെ വക്കിലെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആ അവസാനം ഏകദേശം ഒരു അന്ത്യം കുറിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആത്മാർത്ഥമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇന്നും ആ പ്രസ്ഥാനത്തിലുണ്ട്. ആ പ്രസ്ഥാനത്തിൽ നിന്നും ഇന്ന് മറ്റു പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം സത്യസന്ധമായ കമ്മ്യൂണിസ്റ്റ് ആദർശമുള്ള കുറേ നല്ല സഖാക്കളാണ്. ആ സഖാക്കളാണെന്ന് കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ വഴിവിട്ട പോക്ക് കണ്ടും കേട്ടും കൊണ്ടും അനുഭവിച്ചുകൊണ്ട് അവരിന്ന് മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ പോലുള്ള മതേതര പ്രസ്ഥാനങ്ങൾ ഇത്തരക്കാരെ തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്നത് കൊല്ലുന്നതിന് സമാനമായ ജനദ്രോഹമാണെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. എല്ലാം നിയന്ത്രണ വിധേയമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണമില്ലാതെ കോർപ്പറേറ്റ് കരിഞ്ചന്തകളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എ തങ്കപ്പൻ. പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യതക്കുറവിനെതിരെയും പാലക്കാട്ട് INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട പോലീസിനെതിരെയും രൂക്ഷ വിമർശനം. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് BJP നേതാക്കൾ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് ഉൾപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം നിലനിർത്താനുള്ള പാക്കേജ് UDF സർക്കാർ പ്രഖ്യാപിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ. സംരംഭകരെന്ന നിലയിൽ സ്വകാര്യ ബസ്സുകളുടെ വാദം കൂടി കേൾക്കാൻ തയ്യാറാകണമെന്നും ആവശ്യം. KV തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റ്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ താൻ പലതും വിളിച്ചു പറയുമെന്നും പത്മജ വേണുഗോപാൽ. K കരുണാകരൻ ഇല്ലെങ്കിൽ KV തോമസ് എവിടെയും എത്തില്ലായിരുന്നുവെന്നും പത്മജ. തൃശൂരിലെ പരാജയം പാർട്ടി അന്വേഷിക്കണം. പാർട്ടി പറഞ്ഞാൽ ഇനിയും മത്സരിക്കുമെന്നും പത്മജ വേണുഗോപാൽ. വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് വെച്ച സംഭവം. CPM ഗൂഢാലോചന പുറത്തായെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPM ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ. വിഷയത്തിൽ CPM ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും പാർട്ടി നയത്തിന് വിരുദ്ധമായാണ് പാർട്ടി പ്രവർത്തകൻ പ്രവർത്തിച്ചതെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ചെറുതുരുത്തിയിൽ വയോധികൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ചു മരിച്ചു. മരണപ്പെട്ടത് പൈങ്കുളം സ്വദേശി 67-കാരൻ ഉണ്ണികൃഷ്ണൻ. തിരുവില്ലാമല കുത്താമ്പുള്ളിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് കയറമ്പാറ സ്വദേശി അരുൺ സായി. വടക്കാഞ്ചേരിയിലും പെരിങ്ങോട്ടുകുറിശ്ശിയിലും വാഹനാപകടം. തൃശൂർ മുണ്ടൂരിലെ സബ് രജിസ്ട്രാർ ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും കവർച്ചാ ശ്രമം. വിരൽ അടയാള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ അരങ്ങാട്ട് പൊതുകുളം നാശത്തിലേക്ക്. നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത് അരങ്ങനാട് പാടശേഖര കൃഷിക്കാരുടെ ഏക ആശ്രയമായ കുളം. തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.